വെൽക്കം ടു ദ സെക്കൻഡ് സെഷൻ ഓഫ് സിറ്റുവേഷൻ ഹാൻഡ്ലിംഗ്. കഴിഞ്ഞ തവണ നമ്മൾ സിറ്റുവേഷൻ ഹാൻഡ്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്കായിട്ട് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ വലിയ ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ സിനിമയൊക്കെ കണ്ടിട്ടോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം എന്നില്ല. വീട്ടിലെ കൊച്ചു സിറ്റുവേഷൻസ് നമ്മൾ എപ്പോഴും മലയാളത്തിൽ പറയുന്ന കുറച്ച് സിറ്റുവേഷൻസ് നമ്മൾ ഇംഗ്ലീഷിൽ ആക്കിയാലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇംഗ്ലീഷ് പറയുക എന്നുള്ളതാണ്. ഏറ്റവും അധികം നമ്മൾ കുഞ്ഞുമായിട്ട് ഈ സംസാരിക്കുന്ന വേറൊരു ഏരിയ ആണ് ഡൈനിങ് പ്ലേസ്, അല്ലെ, ആഹാരവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ കുഞ്ഞിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു, അല്ലെങ്കിൽ കുഞ്ഞു വീട്ടിൽ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ കുഞ്ഞിനോട് ചോദിക്കുന്ന കുറച്ച് ഫ്രേസസ് ഉണ്ട് മലയാളത്തിൽ. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം നോക്കാം. ഫസ്റ്റ് വൺ, നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? നിനക്ക് വിശക്കുന്നുണ്ടോ? ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഡു യു വോണ്ട് സംതിങ് ടു ഈറ്റ്? നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? Are you hungry? Do you want something to eat? Okay? ആദ്യത്തെ സെന്റൻസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞ് പറയും, എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനോട് ചോദിക്കാം, എന്താ നിനക്ക് വേണ്ടത് രാത്രിയിൽ? What do you want for dinner? അപ്പോൾ കുഞ്ഞിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, മടിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനോട് ചോദിക്കും, is it enough or do you want more? ഇത് മതിയോ? നിനക്ക് കൂടുതൽ വേണോ? നന്നായിട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചോദിക്കാം, ഇത്രയും മതിയോ അതോ കൂടുതൽ വേണോ? is it enough or do you want more? ഇനി കുഞ്ഞ് കഴിച്ചില്ലെന്നിരിക്കട്ടെ, ചെറുതായിട്ട് ഇങ്ങനെ കുത്തിപ്പറിക്കൊക്കെ വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ പറയണം, നോ ദിസ് ഇസ് നോട്ട് ഫെയർ, യു നീഡ് ടു ഈറ്റ് മോർ. ഇത് പറ്റില്ല, നീ ഇതിനെക്കാട്ടിൽ കൂടുതൽ കഴിക്കണം, യു നീഡ് ടു ഈറ്റ് മോർ. എത്ര സെന്റൻസ് ആയപ്പോൾ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഡൈനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഈ സെന്റൻസുകളൊക്കെ ഞാൻ ഈ പറയുന്നത് ഒന്നിൽ നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സെഷൻ്റെ ലാസ്റ്റ് സെന്റൻസിലേക്ക് പോവാം. നമ്മൾ കുഞ്ഞിനോട് പറയേണ്ടത്, നമ്മളും കുഞ്ഞും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ്, ഓക്കെ, ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണെങ്കിൽ, കെൻ യു ഹെൽപ്പ് മീ ഗെറ്റ് സം വാട്ടർ പ്ലീസ്? നീ എന്നെ ഒന്ന് സഹായിക്കൂ, ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരുമോ? ഈ ഒരു സെന്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? കെൻ യു ഹെൽപ്പ് മീ ഗെറ്റ് സം വാട്ടർ പ്ലീസ്? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ബേസിക് സെന്റൻസസ് ആണ്. പക്ഷേ ആദ്യമേ കടുകട്ടി സെന്റൻസിലേക്കൊക്കെ പോകാണ്ട് ബേസിക് സെന്റൻസസ് നല്ലോണം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇംഗ്ലീഷ് വിൽ ഡെഫിനറ്റ്ലി ബിക്കം ഈസി ഫോർ അസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞേക്കാം, ഒന്നി എഴുതി വെക്കുക അല്ലെങ്കിൽ മനസ്സിൽ വെക്കുക ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിങ്. അപ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണ്ടേ? നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ. ക്ലിക്ക് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്. English House. English at your fingertips.